ശുശ്രൂഷ കാലയളവിൽ ഞാൻ ചോദിച്ചിട്ടുണ്ട്, എന്തുകൊണ്ട് ഇത് അനുവദിക്കുന്നു? ഒരു ദിവസം സ്തോത്രം ദൈവസന്നിധിയിൽ പോകുമ്പോൾ മാത്രമേ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരമുള്ളൂ. ഭൂമിയിൽ നമ്മളായിരിക്കുമ്പോൾ പലതരത്തിലുള്ളതായ ചോദ്യങ്ങളുണ്ട്. വായ്, എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു? നിന്നെ പോലെ പ്രാർത്ഥിക്കാത്തവർ, നിന്റെ അത്രയും ദൈവത്തിന് വേണ്ടി കൊടുക്കാത്തവർ, പ്രയോജനപ്പെടാത്തവർ, നിന്നെ അത്രയും സ്റ്റാൻഡേർഡിൽ ദൈവകൃപകൾ ജീവിക്കാത്തവർ, അവർക്കെല്ലാം ഉണ്ട്. അവർക്കൊരു കുറവില്ല. നമ്മെ പോലെയല്ല. ആ സ്റ്റാൻഡേർഡിൻ്റെ 7 അയലത്ത് വരാത്തവർക്ക് ഒരു പ്രശ്നമില്ല. പക്ഷെ അറിയാമെന്നുള്ളതുപോലെ ജീവിച്ച് ദൈവകൃപയിലായിരിക്കുന്ന നിനക്ക് മാത്രം, ശരീരത്തിലല്ല ഹൃദയത്തിൽ മുറിവുകളും തകർച്ചകളുമായി ജീവിക്കുമ്പോൾ നമ്മളറിയാതെ ചോദിച്ചു പോയിട്ടുണ്ട്, എന്തുകൊണ്ട് എൻ്റെ വീട്ടിൽ മാത്രം ഇങ്ങനെ? എന്തുകൊണ്ട് എൻ്റെ കുഞ്ഞിന് മാത്രം ഇങ്ങനെ? എന്തുകൊണ്ട് എനിക്ക് മാത്രം? ചോദ്യം ചെയ്യുകയല്ല ദൈവത്തെ, ഇതല്ല, ദാറ്റ്സ് എ ക്വസ്റ്റ്യൻ. പക്ഷെ ഒരു ദിവസം ഞാൻ പറയട്ടെ, സ്വർഗത്തിൽ നമ്മളെത്തും. ഭൂമിയിൽ നമുക്ക് ചോദ്യങ്ങളുണ്ട്. ഭൂമിയിൽ നമുക്ക് ചോദ്യങ്ങളുണ്ടെങ്കിൽ സ്വർഗത്തിൽ നമുക്ക് ഉത്തരങ്ങളുണ്ട്. ഞാനല്ല അങ്ങനെ സ്നേഹിച്ച്, എന്നെ ഇത്രയും യാത്ര ചെയ്ത ആരുമില്ല, ഇത്രയും സ്നേഹിച്ചതും ആരുമില്ല. അങ്ങനെക്ക് വേണ്ടി സ്തോത്രം, അൺകണ്ടീഷണലായി നീ എന്നെ സ്നേഹിച്ചു. അങ്ങനെക്ക് വേണ്ടി മുറിവേറ്റു. അങ്ങയുടെ അവസാനത്തുള്ളി രക്തം വരെ എനിക്ക് വേണ്ടി ഒഴുക്കി. ഞാൻ അങ്ങോട്ട് ചോദിക്കുന്നതിന് മുമ്പ് എൻ്റെ ഹൃദയത്തെ മനസ്സിലാക്കുന്ന കർത്താവ് ഇങ്ങോട്ട് പറയും, സുരേഷേ, നിൻ്റെ ഹൃദയത്തിൽ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. എന്തുകൊണ്ട് ആ കുടുംബത്തിൽ എങ്ങനെ നടന്നു? എന്തുകൊണ്ട് ആ പാസ്റ്റർക്ക് എങ്ങനെ നടന്നു? എന്തുകൊണ്ട് ആ സ്പിരിച്വൽ ലീഡറിന് എങ്ങനെ നടന്നു? കഴിഞ്ഞ 36-37 വർഷത്തെ ചോദ്യങ്ങളാണ്. എന്തുകൊണ്ട് ആ ചർച്ചിന് എങ്ങനെ നടന്നു? എന്തുകൊണ്ട് ആ സഹോദരൻ എങ്ങനെ നടന്നു? എന്തുകൊണ്ട് ആ കുഞ്ഞിൻ്റെ ജീവിതത്തിൽ അങ്ങനെ നടന്നു? പല ചോദ്യങ്ങളുണ്ട്. പക്ഷെ ഒരു പുഷ്പം വിടരുന്നത് പോലെ ഭൂമിയിൽ അത് മൊട്ടായിരുന്നു. ഒരിക്കൽ കൂടെ, ഭൂമിയിൽ അത് മൊട്ടായിരുന്നു. പക്ഷെ സ്വർഗത്തിൽ നീതി സൂര്യൻ്റെ മുൻപിൽ ആ മൊട്ട് വിടരുന്നത് പോലെ ആ ചോദ്യങ്ങൾക്ക് മുഴുവൻ കർത്താവിൻ്റെ സന്നിധിയിൽ ഉത്തരമുണ്ട്.